ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലായി കുക്കിംഗ് അറ്റ് മൈ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നൊരു മുട്ട റോസ്റ്റാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മസാല ഞാൻ ചെയ്യുന്നത് പ്രഷർ കുക്കറിലാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ ഇനി നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് പുഴുങ്ങിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞു വെച്ചതാണിത്. അങ്ങനെ കത്തി കൊണ്ട് നമ്മൾ അങ്ങനെ വരഞ്ഞു വെക്കുമ്പോഴത്തേക്കും കുറച്ച് മസാലയൊക്കെ മുട്ടയുടെ ഉള്ളിൽ പിടിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സവാള നേരിയതായി നീളത്തിൽ മുറിച്ചത്, കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചത്. കറിക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളാണിത്: മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് സാധാരണ മുളക് പൊടിയും കൂടി നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ കാശ്മീരി ചില്ലി ഉപയോഗിക്കുമ്പോൾ മുട്ട റോസ്റ്റ് നല്ല കളറും കിട്ടും, നല്ല കൊഴുപ്പും കിട്ടും. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിന്റെ പാകം നോക്കി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. ഈ മുട്ട റോസ്റ്റിന്റെ മസാല ഇവിടെ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 2 വിധം ചെയ്യാറുണ്ട്, പാനിലും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടായ പ്രഷർ കുക്കറിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റണം. അതിനുശേഷം അതിലേക്ക് സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ സവാളയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളി എല്ലാം ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയാൽ മതി. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ കുറച്ച് സമയം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ നന്നായിട്ട് നമുക്ക് വഴറ്റാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കുക്കർ മൂടി ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യണം. ഒരു വിസിൽ വന്നു കഴിഞ്ഞ് രണ്ടാമത്തെ വിസിൽ വരാറാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇപ്പോൾ കുക്കറിന്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അധികമൊന്നും ഒഴിക്കണ്ട, വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഉണക്കണവും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി മസാലകളൊക്കെ ഒന്ന് കുറുകി നല്ല പാകത്തിനായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഉപ്പെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. മുട്ട ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട റോസ്റ്റ് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. മുട്ട റോസ്റ്റ് നമുക്ക് പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി, ചോറ് ഇവയുടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി മുട്ട റോസ്റ്റ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.